ഹായ് ഹലോ അശ്വതീസ് ഫാമിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ്, വയനാടാണ് കേട്ടോ. അപ്പോൾ ഇത് അമ്മ ഭയങ്കര തിരക്കിട്ട പണിയിലാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കപ്പ പറിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ പോയപ്പോൾ ഇതാ അമ്മയ്ക്ക് കുറേ കപ്പ കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പ. അപ്പോൾ ഇതെന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടുപൂള ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ചാക്ക് കപ്പ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പോൾ അമ്മയ്ക്ക് തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അമ്മ ഓട്ടോയിൽ വെച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ ഞാനിത് വരുന്നതിന് മുന്നേ അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മ അതാ ഇന്നാണിത് നന്നാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഒരുപാട് നല്ല പണിയുണ്ട്. എൻ്റെ കൈ പിന്നെ ഞാൻ വിഷുവിന് മുറിച്ച് വെച്ചിട്ട് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. കൈ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മടക്കാനും ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കാനൊക്കെ. എന്നാലും കുറച്ചൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു എന്നെ കൊണ്ടാകുന്ന പോലെ. പക്ഷെ അമ്മ പറഞ്ഞു നീ ചെയ്യണ്ട, കൈ വേദനയ്ക്കും ഇനിയും മുറിയെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തെടുത്തത്. അപ്പം നിങ്ങൾ ആരും എൻ്റെ അമ്മേനെ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് കേട്ടോ എൻ്റെ സ്വന്തം മമ്മി ലക്ഷ്മി അമ്മ. ഇത് നമുക്ക് പൈസ കൊടുക്കാണ്ട് തന്നെ കിട്ടിയ കപ്പയാണ് കേട്ടോ. ഇങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ പറിക്കുന്ന സ്ഥലത്ത് അവർ ഇതാ ഇങ്ങനെ വണ്ണം കുറഞ്ഞതും ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടുള്ളത് അവിടെ ഇട്ടിട്ട് പോകും. അവരെടുത്തോണ്ട് പോകില്ല കേട്ടോ, വലുത് മാത്രമേ അവർ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഇതാ അങ്ങനെ ഇടുന്നതാണ് കേട്ടോ നമ്മൾ പോയി എടുത്തിട്ട് വരിക. നമുക്കതിലൊരു പ്രശ്നമൊന്നുമില്ല, കാരണം വെറുതെ വേസ്റ്റായി പോകുന്നതല്ലേ, നല്ലതായിരിക്കും ഇത്. അപ്പോൾ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് കടയിലൊക്കെ എന്തൊരു പൈസയാണ്, കിലോയ്ക്ക് 30-35 രൂപയൊക്കെ അല്ലേ കപ്പയ്ക്ക്. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പോയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് ഇതാ ഇങ്ങനെ വാട്ട് കപ്പയൊക്കെ ആയിട്ട് എടുത്ത് സ്റ്റോർ ആക്കിയിട്ട് വെക്കും കേട്ടോ, നമുക്ക് മഴക്കാലത്തേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വാട്ട് കപ്പ. ഇങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ അമ്മ പോയിട്ട് കൊണ്ടുവരാറുണ്ട്. അമ്മ മാത്രമല്ല, നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അങ്ങനെ എല്ലാവരും കൂടെ പോയിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ ചെറുപ്പകാലത്തൊക്കെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, അന്നൊക്കെ ഭയങ്കര ദാരിദ്ര്യമാണല്ലോ, അരിയും ഉണ്ടാവില്ല, കഞ്ഞി ഉണ്ടാവില്ല, ചോറും ഉണ്ടാവില്ല. അവർ 7 മക്കളാണ് കേട്ടോ അമ്മേൻ്റെ അവർ. അപ്പോൾ ചോറൊന്നും ഉണ്ടാവില്ല, ശരിക്കും പറഞ്ഞാൽ എന്നും കഞ്ഞിയായിരിക്കും, വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ ഒരു വറ്റ് പോലും ഉണ്ടാവില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ കപ്പയൊക്കെ എവിടെയെങ്കിലും പറിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ പോയി എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഇതുപോലെ വാട്ടപ്പൊക്കെ ആയിട്ട് മഴക്കാലത്തൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പുഴുങ്ങിയിട്ടും ഒക്കെയാണ് കേട്ടോ അവർ കഴിക്കാൻ തന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞു, പണ്ടത്തെ കുറേ കഥകളൊക്കെ. പാവം എന്തായാലും അമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ അത് മുഴുവൻ ചെത്തി ഇങ്ങനെ എടുത്തിട്ടുള്ളത്. എനിക്ക് കഴിക്കാൻ പറ്റില്ല, വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കത് പുഴുങ്ങിയെടുക്കണം കേട്ടോ. അപ്പോൾ പുഴുങ്ങിയെടുക്കാനായിട്ട് നമ്മൾ വലിയൊരു കലം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ തേച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ചാരമാണ് കേട്ടോ. ചാരം വെള്ളം കൂടെ മിക്സ് ആക്കിയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കലത്തിൽ അധികം കരി പിടിക്കില്ല. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് തേച്ച് കഴുകി നമ്മുടെ കൈയിൻ്റെ ഊപ്പാട് വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അധികം കരി പിടിക്കില്ല. ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം പോകും കേട്ടോ. ഇനി ഇത് നമ്മൾ ഈ ചെത്തി വെച്ചിട്ടുള്ള ഈ കപ്പയൊക്കെ എടുത്ത് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. തിളച്ച വെള്ളത്തിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ഒരൊറ്റ തിള വരുന്നതിന് മുന്നേ തന്നെ നമുക്കത് അരിച്ചെടുക്കുകയും വേണം. ഞങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഈ കപ്പ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലേൻ്റെ കൂടെയും വൻപയറിൻ്റെ കൂടെയും ചെറുപയറിൻ്റെ കൂടെയൊക്കെ ഇട്ടിട്ട് നല്ല തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് അങ്ങനെ ഇട്ട് പുഴുങ്ങാണ് കേട്ടോ ചെയ്യുക. പിന്നെ നല്ല ഉണക്കമീൻ്റെ തേങ്ങ അരച്ച് വെച്ച കറിയൊക്കെ ഉണ്ടാവുമല്ലോ, അതും ഈ വാട്ടുകപ്പയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ അമ്മയെ എനിക്കത് ആലോചിക്കാൻ വയ്യ. പണ്ടൊക്കെ കുറേ തിന്നിട്ടുണ്ട്, ഇപ്പോൾ അങ്ങനെ അതിനായിട്ട് മെനക്കെടാറുമില്ല. ഇവിടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അതൊക്കെ കിട്ടുക. പിന്നെ ചേട്ടന് അങ്ങനെ വലിയ ഇഷ്ടമല്ല, കപ്പ കഴിക്കുന്നതാണ്, വാട്ടുകപ്പ ഒന്നും അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് പിന്നെ എല്ലാം ഇഷ്ടമാണല്ലോ, അപ്പോൾ ഞാൻ പിന്നെ എല്ലാം നല്ലോണം തന്നെ കഴിക്കും. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഇഷ്ടമായതുകൊണ്ട് അമ്മ ഇങ്ങനെ കുറേ ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ കപ്പയൊക്കെ അതിലേക്ക് കോരിയിടുക. എന്നിട്ട് നമ്മളൊരു അരിപ്പക്കൈയിലുകൊണ്ട് അതെല്ലാം അരിച്ചും കിടക്കണം കേട്ടോ. വെള്ളത്തിൽ നിന്ന് അരിപ്പത്തവി അല്ലെങ്കിൽ അരിപ്പക്കൈയിൽ അങ്ങനെയൊക്കെ പറയും. ഇത് കണ്ടോ, ഇത് കോരി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു പാകത്തിന് വേണം, നന്നായിട്ട് വേവാൻ പാടില്ല, ഈ ഒരു പാകത്തിന് വേണം കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ചെറിയൊരു ഒരു സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു വിള്ളൽ പോലെ വരും. അതുണ്ടോ? അതുണ്ടോ, അതേപോലെ. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും വേഗം കോരിയെടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളമെല്ലാം അരിച്ച് കളഞ്ഞിട്ട് നമുക്കൊരു പായയിലിട്ടിട്ട്, ഇതിപ്പോൾ ഞങ്ങൾ വൈകുന്നേരമാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വെയിലൊന്നും ഇല്ലല്ലോ, നാളെയൊക്കെ എനിക്ക് ഉണക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തിട്ട് അരിച്ചിട്ട് ഇതാ ഒരു പായയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതാ നമുക്ക് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. രാത്രി നമുക്ക് അകത്തേക്ക് എടുത്ത് വെക്കാം. ഇങ്ങനെ ഒരു 3 ട്രിപ്പിന് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചാക്ക് നിറയെ കപ്പ ഉണ്ടായിരുന്നില്ലേ, അതിൽ കുറച്ച് മാത്രം പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ട് ബാക്കി മുഴുവൻ ഇതെങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാട്ടുകപ്പയ്ക്കുള്ളതൊക്കെ പുഴുങ്ങിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കപ്പ രാത്രിത്തേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കപ്പയൊക്കെ നന്നായിട്ട് ഉടച്ചതിന് ശേഷം ആ ചിക്കൻ കറി ജസ്റ്റ് ഇതിലേക്കൊക്കെ ഒന്ന് ഇട്ട് ഇളക്കി മിക്സാക്കി നമുക്ക് ചെറിയൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാമെന്ന്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അങ്ങനെ എന്തായാലും ഇളക്കി മറിച്ച് ഒരു വിധം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇളക്കി എന്തായാലും ചിക്കൻ വേറെ എല്ല് വേറെ ആയിട്ടുണ്ട്. എന്തായാലും സംഭവം ഉഷാറന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പ്രതീക്ഷിക്കാണ്ടൊരു സാധനം കിട്ടുന്നത്. എൻ്റെ ഏട്ടൻ ആ സമയത്ത് കയറി വന്നിട്ടുണ്ട്. അമ്മ കുറച്ച് അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അവൻ വന്നപ്പോൾ അവനോട് ഞാൻ പറഞ്ഞടാ,
കുറച്ച് ബീഫ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് വെച്ചിട്ട് നേരെ കാവുമന്നം, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ടൗണാണ് കേട്ടോ കാവുമന്നം, അവിടെ പോയിട്ട് കുറച്ച് ബീഫൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഒടുക്കത്തെ വിലയാണ്, 120 രൂപയാണ് കേട്ടോ ഒരു കുഞ്ഞ് പ്ലേറ്റ്. എനിക്കത് കണ്ടപ്പോൾ പിന്നെ ഇരിക്കാൻ പുറത്തില്ല. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് കപ്പ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, മിക്സ് ആക്കാത്ത കപ്പ. അപ്പോൾ ഞാൻ അതും കൂട്ടിയിട്ട് ബീഫും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ അവനെന്തായാലും ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കൊണ്ടു തന്നു. അപ്പോൾ ഞാനിതെങ്കിലും കിട്ടിയ സന്തോഷത്തിൽ തന്നെ അതങ്ങ് കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ വരട്ടി 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 നല്ല ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ കാലം ഇങ്ങനെ കഴിച്ചിട്ട്, കുറേ കാലം ഇങ്ങനെ കഴിച്ചിട്ട്, നല്ല ബീഫ് കഴിച്ചിട്ട് തന്നെ കുറേ ആയി. വീട്ടുകാരുടെയും ചേട്ടൻ്റെയും ഒക്കെ വെട്ടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബീഫൊക്കെ കഴിക്കാൻ കിട്ടുക. അത് ഞാനും മോനൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോൾ മാത്രമേ ബീഫൊക്കെ കഴിക്കാറുള്ളൂ കേട്ടോ. ഏട്ടനും വീട്ടുകാരും ഒന്നും കഴിക്കില്ല, അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാറുമില്ല. പിന്നെ ഇവിടെ ആണെങ്കിലും ശരി അമ്മയും കഴിക്കൂല, അമ്മയ്ക്കും ഇഷ്ടമല്ല കേട്ടോ ബീഫൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ. അമ്മയും വാങ്ങിത്തരും, അമ്മ വാങ്ങിത്തരും, ഹോട്ടലിലൊക്കെ പോയാൽ വാങ്ങിത്തരും. പക്ഷേ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അമ്മ ഞങ്ങൾക്ക് ബീഫൊക്കെ വാങ്ങി തരികയാണെങ്കിൽ അമ്മ വേറെ ടേബിളിൽ പോയിരിക്കും, മാറിയിരിക്കും. പിന്നെ ഞാൻ കുടിച്ച ഗ്ലാസ്സിൽ വെള്ളം കുടിക്കൂല, എൻ്റെ അടുത്ത് ഇരിക്കൂല, ഞാൻ തിന്ന പ്ലേറ്റിൽ ചോറ് തിന്നൂല, അങ്ങനെയൊക്കെയാണ് അമ്മയ്ക്ക്. പക്ഷേ അമ്മ ഇങ്ങനെ പറയും, അമ്മ ചിക്കൻ മാത്രമേ തിന്നുള്ളൂ കേട്ടോ. അപ്പം അമ്മ ചോദിക്കും, ഞാൻ ചിക്കൻ മാത്രമേ തിന്നുള്ളൂ, നീ ഇതെല്ലാ സാധനവും തിന്നുന്നൊരു ശീലം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞിട്ടില്ലേ, എൻ്റെ +2 ഏകദേശം ഫുള്ളും താത്ത കുട്ടികളാണ്. അപ്പോൾ അവരിങ്ങനെ ബീഫൊക്കെ കൊണ്ടുതരും കേട്ടോ. എനിക്കിഷ്ടം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ബീഫ് ഇഷ്ടമായത്. ഓരോ ബീഫിൻ്റെ ലിവറും ബീഫിൻ്റെ തലച്ചോറും ഫ്രൈയും കറിയും ബിരിയാണിയും ഒക്കെ കൊണ്ടുതരും. ഞാനാണെങ്കിൽ നല്ലോണം അടിച്ച് കയറ്റും. എനിക്കറിയില്ല ഇതിനോട് എന്താ ഇത്ര ഇഷ്ടം വന്നതെന്ന്. ഏകദേശം എല്ലാ ഇറച്ചിയും ഞാൻ കഴിക്കുമെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീഫാണ് കേട്ടോ. അതെനിക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എവിടെ കിട്ടിയാലും ഞാൻ മിസ്സാക്കൂല. എൻ്റെ ഈ ആർത്തി ഈ തീറ്റയും കണ്ടപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പറയാണ് കേട്ടോ, എന്തൊരു ആർത്തി പിടിച്ച സാധനമാണ് നീ. അപ്പോൾ ഞാൻ പറയാണ്, എത്ര കാലമായി അമ്മ ഇങ്ങനെ കഴിച്ചിട്ട് എന്ന്. ശരിക്കും കൊതിയായിരുന്നു കേട്ടോ, ഭയങ്കര കൊതിയായിരുന്നു. ആ പ്ലേറ്റ് വരെ ഞാൻ വെറുതെ വിടുന്നില്ല, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് ഇല്ലെങ്കിലും ഞാൻ കഴിക്കുമായിരുന്നു. അത്രയ്ക്കും ഞാൻ അഡിക്റ്റായി പോയൊരു സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ടേസ്റ്റ്, അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. ഞാൻ പറഞ്ഞ് ഓവറാക്കുന്നില്ല കേട്ടോ, എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിലമ്പൂരൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോഴുണ്ടല്ലോ, ഞങ്ങളുടെ നിലമ്പൂരുണ്ട് ഒരു യൂണിയൻ ഹോട്ടൽ കേട്ടോ. എൻ്റെ അമ്മോ, അവിടുത്തെ പൊറോട്ടയും ബീഫ് ചില്ലിയും പറഞ്ഞറിയാം. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഞാൻ ഒറ്റയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ അവിടെ കയറാണ്ട് ഞാൻ വീട്ടിൽ പോകലില്ല കേട്ടോ. അങ്ങനെ ചേട്ടനും കഴിക്കൂല, വീട്ടിലും കയറ്റാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ എനിക്ക് രക്ഷയുള്ളൂ. അങ്ങനെ ബീഫും കൂട്ടിയിട്ടൊരു പിടിപിടിച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്താക്കി, അതിൽ തന്നെ കുറച്ച് കപ്പ ബിരിയാണി എടുത്ത്, കുറച്ച് ചോറും അതും എടുത്തിട്ട് കുറച്ച് അതും കൂടെ അങ്ങ് കഴിച്ചു. അതെന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കപ്പയും ചോറും മീൻകറിയൊക്കെ മിക്സ് ആക്കിയിട്ട് കഴിക്കുന്നത്. അതുപോലെ തന്നെ കപ്പ ചിക്കൻ ചോറ്, പിന്നെ കപ്പ നമ്മൾ കറി വെക്കുമല്ലോ, സാധാരണ നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ട് നല്ല കറി വെക്കുമല്ലോ, കുറുന്നനുള്ള കറി, അത്. പിന്നെ നമ്മൾ മുരിങ്ങയിലയും ചീരയൊക്കെ ഇട്ടിട്ട് കപ്പ കറി വെക്കുമല്ലോ, അതും ചോറും. അങ്ങനെ എന്താണെന്നറിയില്ല, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും അങ്ങനെ ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് അമ്മയിട്ട് നല്ല മാങ്ങാച്ചാറുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വല്യമ്മേൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ്, കോമാങ്ങ. അത് മുറിച്ചിട്ടുണ്ടാക്കിയത് നിറയെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും കുറച്ചെടുത്ത് കഴിച്ചു. അപ്പോൾ നമ്മുടെ വാട്ടുകപ്പ എന്തായി നോക്കണ്ട. അപ്പോൾ ഇതാ ഫ്ലെക്സിലും പായലൊക്കെ ഇട്ടിട്ടാണ് ഉണക്കിയത്. ഒരു ദിവസം ഉണങ്ങിയപ്പോഴത്തേക്ക്, നല്ല വെയിലല്ലേ, ഒരു ദിവസം ഉണങ്ങിയപ്പോഴത്തേക്ക് ഇതാ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലൊരു 3-4 വെയിൽ കൊണ്ട് ഉണങ്ങണം എന്നാട്ടോ അമ്മ പറഞ്ഞത്, ഇല്ലെങ്കിൽ കേടായി പോകുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ നല്ലോണം ഉണക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അവസാനത്തെ ഇതാ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇതാ നല്ല കിലുകിലാന്നായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കുപ്പിയിലിട്ട് വെക്കാം, അത്രയേ ഉള്ളൂ. റെഡി ആയിട്ടുണ്ട് സംഭവം. ഇനി മഴക്കാലത്തേക്കൊക്കെ ഓരോ പിടിയിട്ടിട്ടുണ്ടെങ്കിൽ അത് പൊതിർന്ന് വരുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്ക് ചെറുപയറിൻ്റെ കൂടെ, വൻപയറിൻ്റെ കൂടെ, കടലേൻ്റെ കൂടെ ഒക്കെ ഇട്ടിട്ട് നല്ല പുഴുക്കായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് അമ്മ ഓൾറെഡി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഡപ്പി നിറയെ ഇതാണ് കേട്ടോ. ഇതൊക്കെ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും അരിയും ഒക്കെയാണ്. അപ്പോൾ ഇത് ഒരു ഡപ്പി അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പോരാണ്ട് അട്ടത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഡപ്പിയും കൂടെ വേറെ. ഈ 2 ഡപ്പി ഉണ്ടായിട്ടാണ് പിന്നെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര ക്രേസാണ് കേട്ടോ. വാട്ടുകപ്പ എന്ന് പറഞ്ഞാൽ മരിക്കും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കപ്പ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ.